ഹലോടാ രാഹുലെ, എന്താടാ രാവിലെ? എടാ 9 മണിയായില്ലേ? 9 മണിയായല്ലേ? ആ, നല്ല താമസിച്ചാണ് വന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്നലെ നല്ല വർക്കുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ചെയ്തൊക്കെ? സുഖമായിട്ടിരിക്കണോടാ. അവിടോ? ആ, കുഴപ്പമില്ലടാ. നാട്ടിലേക്ക് നീ എന്നാ വരുന്നേ? അറിയില്ലടാ, നോക്കട്ടെ, അന്ന് നാട്ടിൽ വരുമ്പോൾ വിളിക്കാൻ തന്നെ. ഓക്കേടാ. ഹലോ ഗായത്രി, ആ റൂമിലാടി. എന്താ പതിവില്ല രാവിലെ ഒരു വിളി? എനിക്ക് നിന്നെ അത് കാണണം ഈ ആഴ്ച തന്നെ. ഈ വീക്കോ? കുറച്ച് ഇല്ല, വരാം. എങ്കിൽ ശരി, നീ വന്നിട്ട് വിളിക്ക്. എടാ, നീ വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. ഓ, പെട്ടെന്ന് ലീവ് കിട്ടി, അതാ വിളിക്കാൻ. അച്ഛാ, അമ്മ എന്തി? അവിടെ ആരും പ്രഭയുടെ വീട്ടിലോട്ട് പോയാടാ. അവിടെ എന്താ പ്രത്യേകിച്ച്? നിന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല പ്രഭയുടെ കൂടെ കല്യാണം വന്നു. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഹലോ, ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ ശരി. എന്തായാലും രാവിലെ പറയാനുള്ള അച്ഛനമ്മയില്ലല്ലോ, അവരുടെ പോയി അവരെ പ്രഭുപ്പഞ്ഞമ്മയുടെ വീട്. കുടിക്കാൻ വെച്ചിട്ടുള്ളൂ. ഞാനൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ഇറങ്ങിയത്. നിന്നെ കാണാൻ വന്നേ. എന്താണ് എനിക്കൊരു വിഷമം പോലെ? അല്ല, ഇപ്പോഴാണ് ശാലിച്ചിരിക്കണം. അത് തന്നെയാണ്. എന്താ നിനക്കൊരു മൂടൗട്ട്? ശരി, വാ. എടാ, നീ പോവാണോ? നിനക്ക് എന്നെ കിട്ടാൻ പറ്റുമോ?
പെട്ടെന്നൊന്നുമില്ല, 3-4 വർഷമായി മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. പറയാൻ വന്നപ്പോഴേക്കും ഈ ദിവ്യനെ കണ്ടിട്ടില്ല. 3 വർഷമോ? ഞാൻ അറിഞ്ഞില്ല തോന്നുന്നു. സാരമില്ലടാ, നീ ആലോചിച്ചിട്ട് പറ, ഞാൻ നിനക്ക് മാച്ചാണോ. എടാ ജിത്തു, ഞാൻ അജയ് ഇവിടെ എയർപോർട്ട് വരാം. രാവിലെ വന്നു. എടാ അജി, എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ചെറുപ്പമായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. കേൾക്കാൻ കൊള്ളാം, ഇനി ഒരിക്കലും നടക്കുന്ന കാര്യമല്ലടാ അത്. ആ സമയം തിരിച്ചില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ പോലെ അത് വിടടാ, ഇനിയും വരാൻ പോകുന്ന കാര്യം ചിന്തിക്കും. എനിക്ക് പുതിയ വർക്ക് ചെയ്യണം, മനസ്സിൽ എന്താ പോലെ. അതിന് ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള കഥയുണ്ടോ നിൻ്റെ? ഇല്ല, ഇനി വേണം റെഡിയാക്കാം. നീ ആദ്യം നല്ലൊരു കഥ എഴുതാൻ നോക്ക്. ഒന്നും മനസ്സിലെടുക്കുന്നില്ലടാ. ആദ്യം നീ നിൻ്റെ മനസ്സൊക്കെ ഒന്ന് ശരിയാക്കും, കഥ വരും. അതിന് ഞാൻ കൂടെ കാണും. ശരി, ഞാൻ പോവാം. ജിത്തുവിനെ നോക്കിക്കുമായിരിക്കും. എല്ലാം ശരിയാക്കിയിട്ട് വിളി, ഞാൻ വരാം. ശരി. രാവിലേട്ടാ, എന്നോട് ഇതിന് പറയണ്ട. എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്നാ പറ. എനിക്കൊരു ഷോർട്ട് ഫിലിം എടുക്കണം. എന്താ? എനിക്കൊരു ഷോർട്ട് ഫിലിം എടുക്കണമെന്ന് ഇതുവരെ എടുത്ത പോലെ അല്ലാത്തതായിട്ട്. അതെന്താ ഇപ്പം ഇങ്ങനെ? എല്ലാം നിർത്തിയിട്ടല്ലേ ജോലിക്ക് പോയത്? ക്ലാസ്സിലേക്ക് ഇറങ്ങിയിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. ആകെ എന്തോ പോലെ. സീരിയസ് ആയിട്ടാണോ? ചേട്ടൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങളും എൻ്റെ ലൈഫാണ്. ഇതാ നമുക്ക് നമ്മുടെ ലൈഫ് സ്ക്രിപ്റ്റ് ആക്കിയാൽ അത് ഒരു ഫീൽ ഗുഡ് ആയിട്ട് ഞാനും ചെയ്യണം. ഇനി ആദ്യം മുതൽ തുടങ്ങണ്ടേ? വേണം. നമ്മുടെ ടീമിലുള്ള എല്ലാവരെയും വിളിക്കണം. അതൊക്കെ സെറ്റ് ചെയ്യാം. നല്ല സ്ക്രിപ്റ്റ് വേണ്ടേ? വേണം. ഇതുവരെ ചെയ്യാത്തൊരായിട്ട്. ഇപ്പോൾ ഞാൻ മെഡിക്കൽ ലീവിന് അപ്ലൈ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ബാക്കിയുള്ള കാര്യമൊക്കെ സെറ്റാകും. നിനക്ക് വേറെ പണിയൊന്നുമില്ല. എടാ ഞാൻ ഇപ്പൊ നിനക്ക് നല്ലൊരു ജോലിയില്ലേ, വെറുതെ അതും കളഞ്ഞിട്ട്. അതല്ലടാ, എനിക്ക് ഭക്ഷണം നടത്തിക്കോ, ആര് പറഞ്ഞു നടത്തണ്ടാന്ന്? പക്ഷെ എന്നെ കിട്ടില്ല. ഇവിടെ ഓരോരുത്തർ ജോലിയില്ല നട്ടം തിരിയുന്നില്ല, എന്റെ ഓരോ ഭ്രാന്ത്. ആരേത്? രാഹുൽ? നീ നാട്ടിലുണ്ടായിരുന്നു? വന്നിട്ട് ഒരാഴ്ചയായി. കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ എന്നാ ഉണ്ടോ? ഞാനൊരു പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. നിനക്ക് എന്നോട് നിൽക്കാൻ പറ്റുമോ? അതിനെന്താ രാഹുലെ, ഞാൻ വരാം. പക്ഷേ ഒരു കാര്യം, ഈ ആഴ്ച ഒരു 2-3 ദിവസം എനിക്ക് ഹോസ്പിറ്റലോട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കുഴപ്പമില്ല, എനിക്ക് വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കിയില്ല സെറ്റാണോടാ? സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആണ്. ബാക്കിയുള്ളത് കൊണ്ടേക്കും. നീ വിളിച്ചാൽ മതി, ഞാൻ വരാം. രാവിലെ വീട്ടിൽ സമ്മതിക്കത്തില്ല. ഒന്നും സിനിമയിൽ നിന്ന് കേൾക്കുന്ന വീട്ടുകാർക്ക് ഇഷ്ടമല്ല. എടാ, ഞാൻ വീട്ടിൽ നിന്ന് സംസാരിക്കട്ടെ? അതൊന്നും വേണ്ടടാ, നിൻ്റെ കൂടെ കൂടി നടന്നാൽ വീട്ടിലൊക്കെ പ്രശ്നം നോക്കാം. ഇതൊരു തുടക്കമാണ്. എൻ്റെ മോശമായ സമയത്ത് നിന്ന് എൻ്റെ നല്ല സമയത്തിലേക്കുള്ള തുടക്കം.
ഹലോ. ഹലോ, രാഹുലല്ലേ? അതെ. രാഹുൽ, ഞാൻ ഡയറക്ടർ രഞ്ജിത്താണ് സംസാരിക്കുന്നത്. ആ പറയാം സാർ. എടോ, തൻ്റെ ഷോർട്ട് ഫിലിം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ താങ്ക് യു. എടോ, എൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ പോവാം. എവിടെ? അപ്പോൾ എനിക്കൊരു അസിസ്റ്റന്റ് ഡയറക്ടറെ വേണം. താൻ എറണാകുളം വരെ വരുവാണെങ്കിൽ എറണാകുളത്തേക്കോ? എനിക്ക് വരാൻ പറ്റുമോ? ഓക്കെ സാർ. എടോ, താൻ വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ചിട്ട് വാ. ഓക്കെ സാർ, ഞാൻ വിളിച്ചിട്ട് ഇറങ്ങാം. പണ്ട് നാടോടികെട്ട സിനിമയിൽ നമ്മുടെ വിജയൻ ദാസ് എന്ന് പറഞ്ഞ ഡയലോഗുണ്ട്, എല്ലാത്തിനും ഒരുതായ സമയമുണ്ട്. ഇതാണ് എൻ്റെ സമയം, ഇതാണ് എൻ്റെ നല്ല സമയത്തിൻ്റെ ഉദയം.